അസ്സലാമലൈക്കും. സാധാരണയായി നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലഡുവാണ് കോക്കനട്ട് റവ ലഡു. അപ്പോൾ അത് ടേസ്റ്റി ആയും സിമ്പിൾ ആയിട്ടും വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും കാഷ്യൂ നട്ട് ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കായിട്ട് മുന്തിരി ചേർത്ത് കൊടുക്കുക. മുന്തിരി നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നാൽ വീർത്ത് വന്നാൽ അതൊന്ന് കോരി മാറ്റുക. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മാറ്റുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്കായിട്ട് നമ്മൾ ഈ വറുക്കാൻ ഉപയോഗിച്ച നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിച്ചു മാറ്റാട്ടോ. പിന്നീട് ഈ പാനിലേക്ക് തന്നെ 2 കപ്പ് റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. റവ തരി കുറച്ച് വലിപ്പം കൂടിയതാണെങ്കിൽ അത്രയും നല്ലത്. ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ മൂത്ത് ഇതിന്റെ കളർ നല്ല ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അതും ചെറിയ തീയിലിട്ടിട്ട്. റവ നല്ലപോലെ റോസ്റ്റ് ആയി വന്നാൽ റവയിൽ നിന്നും നല്ലൊരു മണം വരാൻ തുടങ്ങും. അതുവരെ വറുത്തെടുക്കണം. അത് കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. എന്നിട്ട് ഈ റവ ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കും. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഈ പാനിലേക്ക് തന്നെ ഫ്രഷായിട്ട് ചിരവിയെടുത്ത 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. റവ റോസ്റ്റ് ചെയ്ത പോലെ തന്നെ തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയിലെ വെള്ളം മയക്കൊന്ന് പോയി ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ ഉണ്ടല്ലോ, അതിൽ നിന്നും കുറേശ്ശെ ആയിട്ട് ചേർത്ത് തേങ്ങയുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യ ബാച്ച് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാച്ചും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. ഈ സമയം ഇതിലേക്കായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ഇതിന് പാകമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കൂട്ടും വേണ്ട കുറക്കും വേണ്ട, ഒരു ലഡുവിന്റെ മധുരം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതും 2-3 തവണകളായിട്ടാണ്. അപ്പോഴാണ് എല്ലായിടത്തേക്കും എത്തിച്ചേരുന്നത്. നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ പാൽ നല്ലപോലെ ചൂടാക്കി എടുക്കണം. ചൂടാക്കിയതിന് ശേഷമാണ് ഈ മിക്സിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. പാൽ ചേർത്ത് കൊടുക്കുമ്പോഴും 2-3 തവണകളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. പാൽ മുഴുവനായും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം സമയം തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതും ചെറിയ തീയിലിട്ട് പാൽ മുഴുവനായും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ടാവും. ഈ പഞ്ചസാരയും പാലും ചേർന്ന് കൂടിച്ചേരുമ്പോഴാണ് റവ നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്നത്. ഈ സമയം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചപ്പോൾ വറുക്കാൻ ഉപയോഗിച്ച ഓയിലല്ല കേട്ടോ, നെയ്യ് കൂടെ ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. ആ നെയ്യോട് കൂടിയാണ് ഇനി ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് സമയം. മൂടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്താണ് നമ്മൾ റവ മൂടി വെച്ചിട്ടുള്ളത്. ഈ സമയം കൊണ്ട് തന്നെ റവ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി മൂടി തുറന്ന് കയ്യിൽ അല്പം നെയ്യ് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിനെ ഉരുട്ടിയെടുക്കാം. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ലഡുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലഡുവാണ് കോക്കനട്ട് റവ ലഡു. ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ എന്തിനു നമ്മളെ മക്കൾ കടകളിൽ നിന്നും വാങ്ങിക്കൊടുക്കണം? അപ്പോൾ കഴിയുമെങ്കിൽ ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ അളവിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ 26 ലഡു നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കാം. ഇതിന്റെ സൂക്ഷിപ്പുകാലം 3-4 ദിവസം വരെ. അതുവരെ ഇത് ഫ്രിഡ്ജിലല്ലാതെ തന്നെ പുറത്തിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താമെന്നുള്ളത് എനിക്കറിയില്ല. ഈ ലഡുവിനെ ഒന്നുകൂടി മാറ്റിയെടുക്കാം. ഈ ലഡുവിനെ 2-3 പോർഷനാക്കി മാറ്റി തിരിച്ച് ഇതിലേക്കായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കളർ വല്ലതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 2-3 കളറുകളിലായി തന്നെ ലഡു തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.